ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് തേക്കടിയിലാണ്. രാവിലെ 5 മണിക്ക് എടപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് 9:30 മണിയായപ്പോൾ തേക്കടിയിലെത്തി. ഞങ്ങളുടെ ഉദ്ദേശം മംഗളോദേവി യാത്രയിൽ ഭാഗമാകുക എന്നുള്ളതാണ്. 2024 ഏപ്രിൽ 21 ഈ ദിവസം. സുഹൃത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുടെ കെയർ ഓഫിലൊരു സ്കോർപ്പിയോ ഫോറസ്റ്റ് വണ്ടി നമുക്ക് തരമായി കിട്ടി. യാത്ര പുറപ്പെട്ട് കഴിഞ്ഞ് ആണ് ഈ വണ്ടി കിട്ടിയതിന് ഗുണം മനസ്സിലായത്. വളരെ ഈസിയാണ്. 13 കിലോമീറ്റർ ഉള്ളെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജീപ്പുകളും ഇവിടെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നുണ്ട്. ഭയങ്കര പൊടിയാണ് ഈ കാട്ടിലെ വഴികളിൽ. അപ്പോൾ AC വണ്ടി ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് പോകാൻ പറ്റി. ഞങ്ങളുടെ സാരഥി മിസ്റ്റർ നവാസാണ്. അപ്പോൾ നവാസ് പറഞ്ഞു, ഈ 13 കിലോമീറ്റർ ആണെങ്കിലും മിക്കവാറും 2 മണിക്കൂർ കൂടുതലെടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റിലോട്ട് കയറി. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് നിരോധനമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഫോറസ്റ്റ് സ്റ്റാഫ് നമുക്കുണ്ടായിരുന്നുകൊണ്ടും അവർ ഫോറസ്റ്റ് നിയമം പാലിക്കുന്ന ആൾക്കാരോട് ചെക്കിങ് ഉണ്ടായില്ല. ഉൾക്കാട്ടിലോട്ട് പോവുകയാണ്. ഈ കാട്ടിലാണ് നമ്മൾ ചിന്നക്കലാനിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അരിക്കൊമ്പനെ ആദ്യം തുറന്നു വിട്ടത്. ഇവിടെ വെച്ച് പൂജ ചെയ്തതും അരിക്കൊമ്പൻ ഇവിടെ തടാകത്തിന് ചുറ്റും നിലവുറപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഈ കാട്ടിലാണ്. ഇത് 925 സ്ക്വയർ കിലോമീറ്ററുള്ള പെരിയാർ ടൈഗർ റിസർവാണ്. ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഒരിക്കലും ടൂറിസം പ്രൊമോഷൻസ് വരില്ല. അപ്പോൾ ആകെ ഒരു പബ്ലിക്കിനൽ എൻട്രി എന്ന് പറയുന്നത് ചിത്ര പൗർണമി ദിവസത്തിൽ മംഗളോദേവിയിലെ പൂജകൾ പങ്കെടുക്കാൻ പോവുക എന്ന് മാത്രമാണ്. അപ്പോൾ ഇത് തമിഴ്നാട്ടിലെയും കേരളത്തിൻ്റെയും അതിർത്തിയിൽ പെടുന്നതുകൊണ്ട് തന്നെ തേനി കളക്ടറും ഇടുക്കി കളക്ടറും കേരളത്തിലെ DFOമാരും തമിഴ്നാട്ടിലെ DFO അതുപോലെ ഫോറസ്റ്റ് സ്റ്റാഫും 2 സംസ്ഥാനത്തിൻ്റെ പോലീസ് സ്റ്റാഫ്, ഫയർഫോഴ്സ്, പിന്നെ RDO റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ടീം, ഇത് കൂടാണ്ട് തമിഴ്നാട്ടിൻ്റെ കണ്ണകി ഫൗണ്ടേഷൻ ഉണ്ട്, അവിടുത്തെ പ്രവർത്തകരും ഉണ്ടാവും. അപ്പോൾ ഈ 13 കിലോമീറ്റർ ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രം, അത് 6 മണി മുതൽ 2 മണി വരെയാണ് വിടുന്നത് ആൾക്കാരെ. ചിലപ്പോൾ 3 മണി വരെ വിടും. ഇടുക്കി ജില്ലയിലെ 12,000 ജീപ്പുകളുണ്ട്. കൂടാതെ തേനി ജില്ലയിൽ ജീപ്പുകളുമുണ്ട്. തേനിയിൽ നിന്ന് 7 കിലോമീറ്റർ നടന്നു വരാനുള്ള വഴിയുണ്ട്. പക്ഷേ വണ്ടി ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് ഈ വഴി തന്നെ വരണം. വൈകുന്നേരം 5:30-6 കംപ്ലീറ്റ് ആൾക്കാരെ ഇവിടുന്ന് അവരിറക്കി വിടും. ആൾക്കാരിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഫോഴ്സ് ഇറങ്ങിപ്പോരും. പിന്നെ കേരള ഫോറസ്റ്റാണ് കണ്ണകി അസോസിയേഷനെ കൊണ്ട് അവർ കൊണ്ടുവന്നിരുന്ന ഫുഡ് വേസ്റ്റുകൾ കംപ്ലീറ്റ് പെറുക്കി, കാരണം എല്ലാ മൃഗങ്ങളും ഉള്ളതല്ലേ, പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് ഇറക്കുന്നത്. ഇത് വളരെ സംഘടിതമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ്. 2 സ്റ്റേറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരെ ഒരുപാട് ഇടപെടലുകൊണ്ടാണ് നല്ല സുഖമായിട്ട് നടത്താൻ പറ്റുന്നത്. കാരണം പല ദിക്കിൽ നിന്ന് ആൾക്കാരാണ്. പിന്നെ റോഡ് എന്ന് പറയുന്നത് ഒരു വണ്ടിയും ഒരു ചെറിയൊരു ഓട്ടോറിക്ഷ പോലത്തെ ഒരു അത്ര ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ ഈ ഒരു യാത്രയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കയറ്റി വിടില്ല. അപ്പോൾ ഇത്രയും ചെറിയൊരു വഴിയിൽ കൂടി പോകുമ്പോൾ അത് റോഡില്ല. ഹെയർ പിന്നുകളുണ്ട്. ഒരു 2-3 ഹെയർ പിന്നുകൾ മാത്രമേ കോൺക്രീറ്റ് ആയിട്ടുള്ളൂ. കാരണം ആവശ്യം വരുന്നില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ കാടിൻ്റെ മക്കൾക്ക് തന്നെയുള്ളതാണ്. അപ്പോൾ ഈ കാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളുണ്ട്, കടുവയുണ്ട്, അതേപോലെ കരിമ്പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, പിന്നെ കരടിയുണ്ട്. കരടിയാണ് ഏറ്റവും ഡേഞ്ചർ എന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞു. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ മനസ്സിലാക്കില്ല. നമ്മളെപ്പോലെ തന്നെ 2 കാലം നീറ്റ് വന്നിട്ടായിരിക്കും ആക്രമിക്കുന്നത്. ചെന്നായുണ്ട്, കുറുക്കരുണ്ട്, മാനുണ്ട്, പിന്നെ പാമ്പുകളുടെ രാജാവായ രാജവെമ്പാല, അതേപോലെ തന്നെ പാമ്പുകളുണ്ട്. ഇപ്പോൾ ഈ കരിയിലിട്ടേക്കുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അവിടെയാണ് രാജവെമ്പാല ഉണ്ടാകുന്നത്. അല്ലാണ്ട് രാജവെമ്പാല ആക്രമിക്കാൻ വരാറില്ല. മുതലകളുണ്ട്, കുരങ്ങന്മാരുണ്ട്, പക്ഷികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വേനൽ കത്തി നിൽക്കുന്നതുകൊണ്ട് ഒരു മിക്ക കുന്നുകളും ഉണങ്ങി നിൽക്കുകയാണ്. പക്ഷെ മഴക്കാലം വരുമ്പോഴേക്കും ഇതെല്ലാം പച്ചപ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര രസമെന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും 305 സ്ക്വയർ കിലോമീറ്ററാണ് ടൈഗർ റിസർവായിട്ട് അവർ 1982 ഡിക്ലെയർ ചെയ്യണത്. അപ്പോൾ ഈ കാണുന്ന കുന്നിൻ്റെ അപ്പുറത്ത് നിന്ന് തേനിയിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. ഒരുപാട് പേര് നടന്നു വരുന്നുണ്ട്. പിന്നെ കണ്ണകിയുടെ അസോസിയേഷനും അതുപോലെ ഫോറസ്റ്റുകാരും എല്ലാം ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം പലയിടത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കണ്ണകി അസോസിയേഷൻ അറേഞ്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞെങ്കിൽ എത്തിയാൽ 3 മണിക്കൂർ എടുത്തു. കാരണം നല്ല ബ്ലോക്ക് തന്നെ കാരണമാണ് ഇത്ര വൈകിയത്.
കണ്ണകിയുടെ ഞങ്ങൾ ബേസ്മെൻറ്റിലെത്തി. അവിടെ നിന്ന് നമുക്ക് നടക്കാണ്ട് 200 മീറ്ററേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. ഈ മെഡിക്കൽ ക്യാമ്പ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് ഒരു 4 ക്വാർട്ടേഴ്സുള്ള കേരള ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോയിൻ്റാണ്. ഒരു ബാത്റൂം, 4 ക്വാർട്ടേഴ്സ്. ഒരാഴ്ചയിൽ കംപ്ലീറ്റ് ഇവർ ആൾക്കാർ അവിടെ താമസിക്കണം. ഫുൾ സാധനങ്ങളായിട്ടും 500 ലിറ്ററിൻ്റെ വെള്ളമായിട്ട് ഇവർ കയറ്റി വിടും. അടുത്ത ആഴ്ച ഇവർ പിക്ക് ചെയ്യാനും പുതിയ ടീമിനെ കൊണ്ടുവരാനും വരുന്നു. ഈ തോരണങ്ങൾ കണ്ണകി അസോസിയേഷനാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അവർ വെളുപ്പിന് വന്ന് ഫോറസ്റ്റിൻ്റെ സഹായത്തോടെ പറ്റാവുന്ന രീതിയിൽ ആൾക്കാരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ കണ്ണകിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ണകിയുടെ അമ്പലം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മൾ കയറി ചെല്ലുന്നത് കേരളത്തിൽ നിൽക്കുന്ന അമ്പലത്തിലാണ്. അതിനാണ് മംഗളാദേവി എന്ന് പറയുന്നത്. അവിടെ ദർശനം കഴിഞ്ഞ ഉടനെ അതിൻ്റെ വലത്തെ വശത്തെ ശിവഭഗവാന്റെ ചെറിയൊരു അമ്പലമുണ്ട്, വളരെ ചെറുത്. അവിടെയും തൊഴുത ശേഷം നമ്മൾ ഈ മംഗളാദേവിയുടെ പുറകിൽ കാണുന്ന തമിഴ്നാട്ടിലുള്ള കണ്ണകി അമ്പലത്തിൽ നമ്മൾ പോകുന്നു. തൊഴുത ശേഷം അവിടെ വലത്തെ വശത്ത് ചെറിയൊരു ഗുഹയുണ്ട്. ഈ ഗുഹയിൽ കൂടെ ഇപ്പോൾ തകർന്നിരിക്കുന്ന ആണ് മധുരയിൽ നിന്ന് കണ്ണകി വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ട് തേനി, അവിടുന്ന് 75 കിലോമീറ്റർ ഉണ്ട് ഇന്നത്തെ അവസ്ഥയിൽ മധുര. അപ്പോൾ 82 കിലോമീറ്റർ എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഈ ചുറ്റുവട്ടങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടാലും നമുക്ക് കണ്ണെടുത്ത് പോരാൻ തോന്നില്ല. 2020 ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഫോറസ്റ്റുകാർക്ക് ഇവിടുത്തെ പുലിക്കുട്ടീനെ കിട്ടി. ബേസ്മെൻറ്റിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അവൾക്ക് കാഴ്ചശക്തി കുറവാണ്. അതായിരിക്കും അവളുടെ അമ്മ ഉപേക്ഷിച്ച് പോയത്. പെണ്ണായതുകൊണ്ട് അവർ മംഗളെന്ന് പേരിട്ടു. ഇപ്പോഴും വളർത്തുന്നുണ്ട്. ഈ ചടങ്ങുകൾ നടക്കുന്ന ദിവസം അവളുടെ കേജ് ഗാർഡൻ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യും. ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ 2 വാർഡന്മാരുണ്ട്. അവരെ കണ്ടില്ലെങ്കിൽ അവർ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവൾ കഴിക്കില്ല. വലുതായി ആരോഗ്യമായിട്ട് താഴെയുണ്ട്. പക്ഷെ പബ്ലിക്കിന് എൻട്രി ഇല്ല. ഇതാണ് ക്യൂ. നമുക്ക് ഫോറസ്റ്റിൻ്റെ ഓഫീഷ്യൽസ് ഉണ്ടായതുകൊണ്ട് ക്യൂ ബൈപ്പാസ് ചെയ്ത് തൊഴാൻ പറ്റി. പിന്നെ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ദേവിയുടെ അവിടെ അവരുടെ പോലീസുകാരാണ്. അവരോട് പറഞ്ഞു ഇങ്ങനെ ഫോറസ്റ്റ് ഓഫീഷ്യൽസിൻ്റെ കെയർ ഓഫിൽ വന്നാണ്. അങ്ങനെ അവിടേക്ക് കയറാൻ പറ്റി. അരമണിക്കൂർ ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പം ഈ മംഗളോ ദേവിയുടെ ചരിത്രം എന്ന് പറയുന്നത് കണ്ണകി അതിലെ കോവലിനും 2 അന്നത്തെ വ്യാപാരികളുടെ മക്കളായിരുന്നു. അപ്പോൾ അവർ ശരിക്കും പാണ്ഡ്യദേശത്തുള്ളവർ അവർ ചേരൻ്റെ ദേശത്ത് വന്നു കഴിഞ്ഞ് കുറച്ച് നാളവിടെ താമസിച്ച് ചെയ്യുമ്പോൾ ഈ കോവലിന് അവിടുത്തെ ഒരു മാധവി എന്നൊരു യുവതിയായിട്ട് പ്രേമുണ്ട്. കുറച്ചാൾ ഒരുമിച്ച് താമസിച്ചു. പക്ഷേ അവസാനം അവൾ ഇയാളുടെ പൈസ എല്ലാം പോയ ശേഷം തിരിച്ച് കണ്ണകിയിലോട്ട് എത്തുകയും ചെയ്തു. പക്ഷെ അന്ന് കോവലിൻ്റെ അടുത്തൊരു ചിലമ്പുണ്ടായിരുന്നു, രാജ്ഞിക്കൊരു ചിലമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിലമ്പ് മോഷണം പോയി എന്ന് വരുത്തി. അങ്ങനെ കോവലിൻ്റെ കയ്യിലുള്ള ചിലമ്പ് രാജ്ഞിയുടെ എന്ന് പറയുകയും അത് രാജാവ് പിടിച്ചെടുക്കുകയും അതേപോലത്തെ തന്നെ ചിലമ്പായിരുന്നു. കോവലിനെ കള്ളൻ എന്ന ബുദ്ധിമുട്ടി തലവെട്ടി കൊല്ലാൻ ഉത്തരവിട്ടു. തലവെട്ടി കൊന്നു. അതിൽ കോപാകുലയായ കണ്ണകി രാജാവിൻ്റെ സദസ്സിൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. രാജ്ഞിയുടെ ചിലമ്പ് വീണ്ടെടുത്തു. അത് പൊട്ടിക്കാൻ പറഞ്ഞു. വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചപ്പോൾ അതിൽ നിറച്ചും വൈര്യങ്ങളായിരുന്നു. പക്ഷെ കോവലിൻ്റെ രത്നങ്ങളായിരുന്നു. അപ്പോൾ രാജാവിന് തെറ്റ് മനസ്സിലായി. മനസ്താപം വന്ന് പുള്ളി ഹൃദയം പൊട്ടി മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ കണ്ണകിയുടെ ദേഷ്യം അടങ്ങിയില്ല. മധുര ചുട്ടു ചാമ്പലാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ട് പുറത്തു വരികയും തൻ്റെ ഒരു മാറിടം മുറിച്ച് മധുര അമ്പലത്തിൻ്റെ മുകളിലോട്ട് വലിച്ചെറിയും. മധുര കത്തിച്ചാമ്പലായ ശേഷം കുറച്ച് ദിവസങ്ങൾ ഈ അമ്പലത്തിൽ തന്നെ ഇരുന്ന ശേഷം ഈ തുരങ്കത്തിലൂടെ ഈ മംഗളോദേവി വനത്തിൽ വന്നിട്ട് ഈ കല്ലുകൾ പെറുക്കി അമ്പലം ഉണ്ടാക്കിയിരുന്നു. പിന്നെ അവിടെ 2 ഐതിഹ്യമുണ്ട്. ദേവി പ്രത്യക്ഷപ്പെട്ട് കണ്ണകിയുടെ ദേഷ്യം ക്ഷമിക്കാൻ പറയുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഈ വ്രണങ്ങളാൽ അസുഖം കൂടി മരണപ്പെടുകയും സ്വർഗത്തിലെത്തിയ കോവിലിനായിട്ട് കൂടി ചേർന്നു എന്ന് പറയുന്നുണ്ട്. വേറെ ഐതിഹ്യം പറയുന്നത് അവിടുന്ന് കൊടുങ്ങല്ലൂർ വന്ന് അമ്പലത്തിൽ വന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ചിലപ്പതികാരത്തിലെ ഒരു കഥയാണിത് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ജനങ്ങളുടെ മനസ്സിൽ ഇന്നുമുണ്ട്. പിന്നെ ഈ അമ്പലം പണിതിരിക്കുന്നത് ചേരൻ ചെങ്കട്ടവനാണ്. 2000 വർഷം മുതൽ അനുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ചടങ്ങുകൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങാം. പക്ഷെ നമ്മൾക്കിങ്ങനെ ഇറങ്ങിപ്പോരാ. ഈ ഒഫീഷ്യൽസ് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് അവരുടെ ഈ പ്രാവശ്യം പത്രത്തിൽ കണ്ട് കുറേ ആൾക്കാർ ദേഷ്യപ്പെട്ടു, അവരെ കാണാൻ പറ്റിയില്ലെന്നുള്ളത്. ഓൾറെഡി എല്ലാവർക്കും അറിയാം 2 മണി വരെ കയറ്റാൻ പറ്റുള്ളൂ. എത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇവരിത്രയും സഹിക്കണോണ്ടാണ് ഇത്ര സുഖമായിട്ട് ഈ ഒരു അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മനസ്സിലാകണം. പത്രക്കാർക്ക് വെറുതെ എഴുതിയാൽ മതി. ഞങ്ങൾ എന്നിട്ട് ഒരു പ്രശ്നങ്ങൾ എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ആൾക്കാർക്ക് തിരിച്ച് വണ്ടിയിൽ വരാത്ത ആൾക്ക് നടന്നു വരുന്നവർ തിരിച്ച് ഈ വേനലിൽ പല വണ്ടിക്കും കൈ കാണിക്കുന്നത് കണ്ടു. നമ്മൾക്ക് കയറ്റണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിയിൽ 5 പേരുണ്ട്, സ്ഥലമില്ല. അപ്പോൾ അത് ജനങ്ങളൊന്ന് നോക്കേണ്ടതാണ്. പക്ഷെ അവർക്ക് പരിമിതികളാണ് ചെയ്യുന്നതിന്. പോകുന്ന ആൾക്കാർ ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോവുക, കൂടെ ആൾക്കാരെ കൂട്ടുക, വണ്ടി വിളിച്ചിട്ട് ആ വണ്ടിത്തിന് തിരിച്ച് പോരാൻ നോക്കുക. കാരണം പരിമിതിയായ പാർക്കിങ്, പരിമിതിയായ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഈ ഫോറസ്റ്റിലെ പരിചയമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ ക്യാമ്പിന് പുറയിലുള്ള ഫോറസ്റ്റിൻ്റെ
ഒരു ചെക്ക് പോയിന്റിലും താമസിക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ തിരിച്ചെത്തി. ഇതാണ് ഈ കാട്ട് വഴികൾ. മനസ്സിൽ ഒരുപാട് ഓർമ്മകളായിട്ട് മംഗളോദേവി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇങ്ങനത്തെ ഒരു യാത്ര കിട്ടുമോ എന്നറിയില്ല, കാരണം വളരെ സുഖമായിരുന്നു. അപ്പോൾ സൗകര്യം കിട്ടും നിങ്ങളും പോവുക. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.